അത് കേട്ടപ്പോൾ
ജീവിക്കുവാൻ എൻ്റെ കർത്താവ് എനിക്ക് നല്ല ഒരു വിദ്യാഭ്യാസവും അതോടൊപ്പം ആത്മീയമായ ഒരു അടിത്തറയും ഒരുക്കി തരാൻ വേണ്ടി എൻ്റെ കർത്താവിനെ അവിടെ ആക്കിയെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. തുടർന്ന് ആ സമയം 10ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും, എങ്ങനെ പഠിക്കും, അങ്ങനെ എല്ലാം ചിന്തിച്ച സമയത്ത് ദൈവം ഓരോ സ്റ്റേജിലും കരുതൽ ഒരുക്കി വഴി തുടർന്ന് എന്തോ വരെ പഠിക്കുവാനുള്ള ദൈവം എനിക്ക് തുടർന്നു. എന്തോ കേരള യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് റാങ്കോടെ പാസ്സാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. തുടർന്ന് ഹല്ലേലൂയ കുറച്ച് നാളുകൾ ജോലിയൊന്നും കിട്ടാതെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനൊക്കെ എടുത്ത് ഒരു ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ ദൈവമേ, ഞാൻ ഇത്രയൊക്കെ ദൈവം എന്നെ പഠിപ്പിച്ചെങ്കിലും എനിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും ഒരു ഭാരമായി തീരുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ഭാരപ്പെട്ടു. കാരണം ചെറിയ പ്രായത്തിൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കുകയില്ല, പക്ഷെ വളർന്നു വരുന്നതോറും നാം ചിന്തിക്കും. എൻ്റെ മനസ്സിലൂടെ അനേക ചിന്തകൾ കടന്നുപോയി. കർത്താവ് എന്തിനാ ദൈവമേ ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് എന്തിനാ കർത്താവ് ഇങ്ങനെ എൻ്റെ കാലുകൾ ഇങ്ങനെ ആയതെന്തിന്. ഞാൻ അനേക രാത്രികൾ മുഖം ചുരുണ്ട നേരത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവിനോട് ചോദിച്ചു. അന്നൊന്നും ഇങ്ങനെ വ്യക്തിപരമായി ഇടപെടുന്ന ഒരു ദൈവത്തെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവസാനം ആത്മഹത്യയെക്കുറിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനുമായി ചേർന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞു, നമ്മൾ എന്തായാലും ജീവിച്ചിരുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും ഒരു ഭാരമാണ്, രണ്ട് കാലം വയ്യാതെ ഇങ്ങനെയൊക്കെ നമ്മളെന്തിനാ ജീവിക്കുന്നത്, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചു കളയാം. അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദൈവം ഒരു കൂട്ടം ദൈവമക്കളെ എൻ്റെ ഭവനത്തിലേക്ക് അയക്കുവാൻ ഇടയായിരുന്നു. എന്നാൽ അതിനുകൊണ്ട് തന്നെ അനേകരെ കർത്താവ് ദൈവത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളായി എൻ്റെ ഭവനത്തിൽ അയക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ. അതൊന്നും എനിക്ക് അത്ര അങ്ങനെ ഞാൻ കേൾക്കും, പിന്നെ അതങ്ങ് വിട്ടുപോകും, അങ്ങനെയായിരുന്നു. പക്ഷെ എന്നാൽ ഞാൻ ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന നിർണായക നിമിഷത്തിൽ കടന്നു വന്ന ദൈവമക്കളിലൂടെ കേട്ട ദൈവിക സന്ദേശം എന്നെ സ്പർശിക്കുവാനിടയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ 2003 ഒക്ടോബർ 23-ാം തീയതി എൻ്റെ ജീവിതം ഞാൻ യേശു കർത്താവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തു. കർത്താവ് അന്ന് രാത്രികാലം എൻ്റെ ഹൃദയത്തിൽ എല്ലാ വേദനയും എടുത്തു മാറ്റി, എല്ലാ നിരാശയും എടുത്തു മാറ്റി. മുമ്പ് ദേവദാസനിവിടെ പറഞ്ഞല്ലോ, തന്റെ അമ്മയുടെ കണ്ണീരോടുകൂടിയ പ്രാർത്ഥനയാ തന്റെ ഈ നിലയിലാക്കിയെന്ന്. അതുപോലെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ എനിക്കുമുണ്ട്. അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ ആരുടെയും പ്രാർത്ഥന വ്യർത്ഥമല്ല. അവരുടെ മക്കൾ ആരും കഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന എന്നെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കർത്താവ് വ്യക്തികളെ അയക്കുകയില്ലായിരുന്നല്ലോ. അങ്ങനെ ആ 2003 കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അന്ന് തന്നെ ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു, ഇന്ന് യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു. ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും എൻ്റെ യേശു എനിക്ക് തന്നു. എൻ്റെ ജീവിതം എൻ്റെ യേശുവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, യേശു കൂടെ ഉണ്ടെങ്കിൽ, എനിക്ക് കാലുണ്ടെങ്കിൽ, എനിക്ക് കൈയില്ലേ കാലില്ലേലും, കൈയുണ്ടേ കൈയില്ലേലും ആരോഗ്യമുള്ള സർവശക്തനായ സർവസമ്പൂർണ്ണനായ ഒരു യേശു എന്നെ കരം പിടിച്ചിട്ടുണ്ട്. ആ കർത്താവ് അത്രത്തോളം എന്നെ
വാ, ഞങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള അധ്യാപകരെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഈ വർഷം മഞ്ജുവിനാണ് തരാൻ പോകുന്നത്. ഇന്റർവ്യൂവിൽ പങ്കെടുത്തില്ലെങ്കിൽ തരാൻ പറ്റത്തില്ല, വേഗം ഒരുങ്ങി വരാൻ പറഞ്ഞു. ഞാൻ അതിശയിച്ചു പോയി. ഇങ്ങോട്ട് വിളിച്ച് ജോലി തരുന്നൊരു ദൈവം. ഹല്ലേലൂയ. ഒരിടത്ത് വളരെ പ്രതീക്ഷയോടെ ചെന്നപ്പോൾ അവിടുന്ന് പുച്ഛിച്ച് തള്ളിവിട്ടെങ്കിൽ അടുത്ത വഴി കർത്താവ് തുറന്നു. അങ്ങനെ VHSC ഗവൺമെന്റ് VHS സ്കൂൾ മുട്ടറയിൽ പോയി 3 വർഷത്തോളം VHSC കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. തുടർന്ന് ഞാൻ B.Ed ചേർന്നു. കുളങ്ങര B.Ed സെന്ററിൽ B.Ed കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവ് കൃപ നൽകി. B.Ed ആ വർഷം 2 പേരുടെ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു, അതിലൊന്ന് എനിക്കായിരുന്നു. അതിനുശേഷം +2 ടീച്ചേഴ്സിനുള്ള സെറ്റ് പരീക്ഷ എഴുതിയെടുക്കാൻ എന്റെ ദൈവം എനിക്ക് കൃപ നൽകി. ഞാൻ ആ മുട്ട സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ AEO എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള ജോലിക്ക് ദൈവം എനിക്ക് അങ്ങനെ അവസരം തന്നു. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് KSEB-യിലേക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ക്യാഷ്യറായിട്ടുള്ള നിയമനത്തിന് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു. അവിടെ ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നിയമനത്തിനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു. അവിടെ ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ +2 ടീച്ചറിന്റെ പേപ്പർ വന്നു. അടുത്തൊരു ജോലിക്കും വന്നു. മുമ്പ് VHS സ്കൂളിൽ പഠിപ്പിച്ച ജോലി സ്ഥിരപ്പെടുത്താൻ പോകുന്നു, അതിന്റെ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എവിടെയാണോ നമ്മൾ തകർന്ന് ഭാരപ്പെട്ട് നാം തലകുനിച്ചിരിക്കുന്നത് അവിടെ ദൈവം നമ്മളെ സമൃദ്ധിയോടെ എന്റെ ഈ അവസ്ഥയിലും എനിക്കിപ്പോ 6 വർഷം കൊണ്ട് ജോലിക്ക് പോകാൻ ദൈവം കൃപ തരുന്നുണ്ട്. ഞാനിപ്പോ കുളക്കട ഇലക്ട്രിസിറ്റി ഓഫീസിൽ സീനിയർ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാം. ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം നിമിത്തം 3 ദിവസം ലീവ് സാറിനോട് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു, കർത്താവിനെ ഞാൻ 3 ദിവസം ചോദിച്ചാൽ പഠിപ്പിച്ച് ചോദിച്ച സാർ എന്ത് പറയുമായിരിക്കും. എങ്കിലും സാറന്മാരൊന്നും പറഞ്ഞില്ല, ലീവ് അനുവദിച്ച് തന്നു. അങ്ങനെ ഞാൻ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ നടുവിലായിരിക്കുന്നു. ഇത് ദൈവം ഒരുക്കിയ സമയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എന്റെ കുടുംബത്തിലുള്ളവരെ 2011 എന്റെ പപ്പയും മമ്മിയും ബ്രദറും ഒരുമിച്ച് സ്നാനപ്പെടുവാൻ എന്റെ ദൈവം അവസരം ഒരുക്കി. തുടർന്ന് എന്റെ ബ്രദറിന്റെ വൈഫായിട്ട് കടന്നു വന്ന കുട്ടിയും അവർ മർദ്ദമ പശ്ചാത്തലമായിരുന്നാൽ ഇതിലേക്ക് ചേരാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അവളും സ്നാനമേറ്റ് അങ്ങനെ ആരാധനയ്ക്കായി കൂട്ടായ്മയ്ക്ക് കടന്നു വരാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ വിവിധ നിലകളിൽ കർത്താവിനെ വഴിനടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനേക ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ എന്റെ കർത്താവിനെ അയച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിന്റെ വാക്കുകളെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്നാൽ എന്റെ കർത്താവിനെ വിടുവിച്ചില്ലെങ്കിലും എന്നെ പുലർത്താൻ എന്റെ ദൈവം മതിയാകുന്നു. ഏതൊരു അനുഭവത്തിലും ഇന്നിവിടെ കൊണ്ടുവന്ന ദൈവം എവിടെയും എത്തിക്കുവാൻ മതിയായ ദൈവം. ഇതിനിടയിൽ എന്റെ അമ്മയ്ക്ക് ഒരു മാരക രോഗം പിടിച്ചു. ആ മാരക രോഗം വന്ന സമയത്ത് ഭാരപ്പെട്ട് ദൈവം എഴുതണ്ടായിത്തീരും. അപ്പോൾ എനിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് എന്റെ ഓരോ കാര്യങ്ങൾ നോക്കുന്നത് എന്റെ അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് വയ്യാതെ വന്നിട്ട് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. പക്ഷെ ഒരുപാട് രാത്രികളിൽ ഉറങ്ങാതെ അസ്വസ്ഥതയോടെ ഇരുന്നു. പക്ഷേ ദൈവം ധൈര്യപ്പെടുത്തി അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിന്റെ കരം അമ്മയെ താങ്ങി നിർത്തുന്നു. ദൈവം തുടർന്നും നിങ്ങളെ എല്ലാവരെയും പരിപാലിക്കാൻ മതിയായ ദൈവമായി ഇത്രത്തോളം സമയം സാക്ഷി പറയുവാൻ എനിക്ക് അനുവദിച്ചു തന്നതിന് ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. സകല മഹത്വവും ഞാൻ യേശു കർത്താവിന് കൊടുക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആ സഹോദരിയെ ഓർത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.